I am Goyo H for X. Hey guys, it's me, Gojo H4X. അപ്പോൾ ഈ ഇൻട്രോ പറഞ്ഞിട്ട് കുറേ ദിവസമായി എന്തോ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 3 അല്ല 4 ആയിട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിൽ നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ കൃഷിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഫാർമ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെലനല്ല പംകിന് ഇവിടെ സീഡ് കുത്തിയിട്ടുണ്ട്. പക്ഷെ കുറച്ചേ വളർന്നിട്ടുള്ളൂ. പംകിൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അത് കുറച്ചും കൂടി ഗ്രോ ആകാൻ ടൈം എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഈ സൈഡിലത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റണ്ടേ. അപ്പോൾ മാറ്റണമെങ്കിൽ ഒരു ടിപ്പ് ടോപ്പ് ആയിട്ട് കണ്ടാലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സൈഡ് മൊത്തം ഒരു ഫ്ലാറ്റാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് റെഡി സ്റ്റഡി ഗോ. ചേടാ അത് ചെയ്യുമ്പോഴത്തേനും നമ്മളെ അങ്ങോട്ട് സമ്മതിച്ചു തന്നില്ല. എന്തായാലും ഇവരനെ കൊല്ലാണ്ടായി. ഒരാൾ ഗോൾഡ് ആർമർ ഇട്ടിട്ട് ഒരാൾ ഇതും ഇട്ടിട്ട് ഒക്കെ രണ്ട് കുട്ടി സോംബികളാണ്. എന്തോ ചെയ്യാനാണ്. അപ്പോൾ ഇവരനെ കൊല്ലലാണ് നമ്മുടെ പണി. എന്തൊരു കഷ്ടമാണ്. എടാ ചാവടേ. ഓക്കെ അങ്ങനെ ചത്തുണ്ട്. ഓ അയണും ഡ്രോപ്പ് ചെയ്ത് ഗോൾഡൻ പാൻറ് ഡ്രോപ്പ് ചെയ്ത് നമ്മളൊട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല. നല്ല മഴയും പെയ്യുണ്ട്. ഈ മഴ ഇടയ്ക്ക് നല്ല രസമാണ്. ഇടയ്ക്ക് അത്ര സുഖമൊന്നുമില്ല. നമ്മളിതാ ഏകദേശം കളക്ട് ചെയ്ത് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഷീപ്പ് ഫാർം ഉണ്ടാക്കണം. അയണും ഡ്രോപ്പ് ചെയ്ത് സെയിം ആ ഇതിൽ തന്നെ നമുക്കൊരു ഗോൾഡൻ പാൻറ്റും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രക്കും അടിപൊളി ലക്കാണ്. ഇപ്പോൾ സോംബീസിന് കൊല്ലുമ്പോൾ ഇത് കിട്ടലൊക്കെ ഭയങ്കര റയറാണ്. അതായത് അയണ കിട്ടലൊക്കെ. അപ്പോൾ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചെറുതായിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടില്ല അത്യാവശ്യത്തിൽ തന്നെ നമ്മൾ ഒരു ഒതുക്കിയിട്ട് മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ആക്കണം. അത് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ക്ലീൻ ആക്കുന്ന വെള്ളമൊക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യത്തെ കയ്യത്തെ സ്റ്റോറേജ് അങ്ങ് കഴിഞ്ഞപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ഇവിടെ വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ പീസ്ഫുൾ ആൻഡ് കാം. വീണ്ടും നൈറ്റ് ആയിട്ടുണ്ട്. കാരണം അത്രക്കും പണി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ തിരിച്ച് ജസ്റ്റിൽ വെച്ച് അങ്ങനെ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഏകദേശം 2.5 സ്റ്റാക്ക് കിട്ടി. ആ 2 സ്റ്റാക്കിൽ കുറച്ച് വുഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇവിടുന്ന് വെട്ടിയതാണ്. നമുക്കിങ്ങനെ വെട്ടി ഈ കാട് ഏരിയ നമുക്ക് ഫുള്ള് ബിൽഡ് നടക്കണം. അങ്ങനെ കുറച്ച് പണിയാണ് ഉള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ ഒരു കോഴിക്കുട്ടീനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം സീഡൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഡീസ്പോണായോ? സീഡ് കൊടുത്ത് ഫുഡ് കൊടുത്താൽ അത് ഡീസ്പോണാവും അറിയില്ല കേട്ടോ. അത് കൃത്യമായിട്ട് അതിൻ്റെ ഓർമ്മയില്ല. അങ്ങനെ അത് ഡീസ്പോണായി തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, വേറെ കിട്ടുമല്ലോ. ഓ പറഞ്ഞു തീർന്നില്ല. അത് അടുത്ത ഒരു കോഴി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് പറന്ന് പുറത്തൊക്കെ ഇത് വേറെ ആവാനാ ചാൻസ്. എന്തായാലും തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒരു ബേസ്, അതായത് അതിന് നിർത്തേണ്ട ഫുഡ് ഉണ്ടാക്കാം ആദ്യം, എന്നിട്ട് ആ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം വുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായിട്ട് നമുക്ക് അത്യാവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടാക്കാം. ഇഷ്ടംപോലെ വുഡാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൽ കുറച്ചധികം സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഉണ്ടാക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടിയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്നും കാട്ടണ്ട. ജസ്റ്റ് ഒന്ന് ഇതാക്കുക, നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ കുറച്ച് നമ്മൾ 60 ഉണ്ടാക്കിയിട്ടുണ്ട് ഫെൻസ്. ഇതിങ്ങനെ ഓർഡറിൽ വെക്കരുത്. കാരണം ലുക്ക് ബെസ്റ്റ് ഇങ്ങനെ ചെരിച്ച് കുത്തി അങ്ങനെയൊക്കെ ആക്കണതാണ്. അപ്പോൾ അതൊന്നും ചെയ്യുന്ന നിങ്ങൾ ടൈം ലെസ് ചെയ്യണ്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ബ്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. കാരണം നമുക്ക് ഇത് എന്തായാലും ഒരു മൈക്കിലേക്ക് മാറ്റണം. എന്നാലാണ് ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഹാബിൽ എടുത്തിട്ട് ഇവരുടെ കയറ്റലാണ് ഇത്. അപ്പോൾ എന്തായാലും ഒരു ആട് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ആട് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ആദ്യം കട്ട് ചെയ്ത് ഉള്ളിലേക്ക് ആക്കണം. അതാണ് മെയിൻ ഒരു ഇപ്പോഴത്തെ ജോലി. ഇതിലേക്ക് കുറച്ച് ആൾക്കാരനെ ആക്കട്ടെ. എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്
ഇപ്പോൾ ഇതൊരു ഐലൻഡ്, ജസ്റ്റ് ഒരു ഐലൻഡ് പോലെയാണ്. അപ്പോൾ ഇതിൽ നിറച്ച് നമുക്ക് ബിൽഡും കാര്യങ്ങളും പിന്നെ സെറ്റ് ചെയ്യാണ്ട്, വീട് നല്ല പറഞ്ഞാൽ സെറ്റ് ചെയ്യണം. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടത് ഒരു സുഖമില്ല. എന്തായാലും നമുക്കൊന്ന് അത് സെറ്റ് ചെയ്യണം. ഇനി ആട് ഡിസ്പോൺ ആവോ? എന്തായാലും ആവും. ഞാൻ ആട് ഡിസ്പോൺ ആവോ അറിയില്ല. പിന്നെ കോഴീനെ കിട്ടിയിട്ടുണ്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കോഴിമ്പ കിട്ടിയിട്ടുണ്ട്, ഇതറാവോ കോയിമ്പ. അപ്പോൾ എന്തായാലും ഞാൻ ആ കൃഷിയുടെ സ്ഥലത്ത് ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് വെട്ടിയില്ല, അല്ല സ്ട്രിപ്പ് ചെയ്ത് അങ്ങനെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയ്യിൽ നിന്നിട്ടാണ് ഇടയ്ക്ക് ഓഫ്ലൈനിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ തോന്നി അങ്ങനെയാണ് ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ കോഴീനും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോഴി ഒരാടും ക്രോസ് ആവില്ല. ബ്രീഡാക്കണമെങ്കിൽ നമുക്ക് പേഴ്സിനെ കൊടുത്ത് ഇടണം, എന്നാലേ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് തപ്പിപ്പോവും. ഒരു എഗ്ഗ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ മറന്ന് പറയാം. അപ്പോൾ എന്തായാലും ഒരു എഗ്ഗ് കിട്ടിയ കാരണം നമുക്കൊരു ഭാഗ്യപരീക്ഷണം നോക്കി നോക്കാം. ഓയ് സ്വാറ്റ്. അപ്പോൾ അത് കിട്ടിയില്ല. എന്തായാലും നമ്മുടെ ഇത് അടിപൊളിയുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, വണ്ടി പോണ നോയ്സ് ഉണ്ടാവും. എന്തായാലും നമുക്ക് 2 ആടിനെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ക്ഷമിക്കുക, അത് പറയണമെന്ന് തോന്നി അതിൻ്റെ ഇടയിൽ. എന്ത് ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര വണ്ടിയുടെ സൗണ്ട്. ഞാൻ നിൽക്കുന്ന ബാൽക്കണിയിൽ നിന്നിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനില്ല, നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പുറത്ത് നിന്നിട്ട് പറ്റില്ല. കാരണം അത്ര സൗണ്ടും കാര്യങ്ങളും ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഡ്യൂട്ടി ടൈം പലവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന്. അതായത് ഇപ്പോൾ കറണ്ട് റൂമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫുള്ളി ഒരു അതപതിച്ചിട്ടാണ് നിൽക്കണത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് 2 ആളിനെ നമ്മളിങ്ങോട്ട് കൊടുന്നിട്ടിട്ടുണ്ട്. അങ്ങനെ 2 ആടുകുട്ടികളും ആയിട്ടുണ്ട്. ഇവരെന്താ തള്ളി കളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, ഏതെങ്കിലും ഒരാൾ ആടേ. അപ്പോൾ ഓക്കെ, ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവരെ ക്രോസ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യിക്കാം. ഓക്കെ, അവരങ്ങനെ സ്നേഹത്തിലായി. മറ്റൊരൊറ്റക്കായി പേടിക്കണ്ട, ഞങ്ങൾക്ക് പേരാടുത്ത് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഷീപ്പും കൂടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, വേറെ ഒന്നുമില്ല. പശുവിനെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിന് ഹെയ്ബേൽ നമ്മുടെ കയ്യില്ല. അപ്പോൾ നമ്മൾ കോഴിയും തപ്പി ഇറങ്ങിയതാണ്. കോഴിക്കട്ടെന്ന് കോഴീന് ഇതുവരെ കിട്ടിയിട്ടില്ല. പോയിട്ട് കോഴിക്കട്ട പോലും ഇവിടെ കാണാനില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റിട്ടേൺ ഇങ്ങോട്ട് വന്നെങ്കിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. എന്താ ഇത് എൻ്റെ ലക്കാണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. സോംബിനെ കൊല്ലുമ്പോൾ അയൺ നന്നായി കിട്ടി, അതിൻ്റെ ലക്ക്. ഇന്ന് ഭയങ്കര ലക്കാണ്. അയൺ കിട്ടി. സോംബിനെ കൊല്ലുമ്പോൾ 2-3 വട്ടമായി, രണ്ടാമത്തെ വട്ടം ഈ വീഡിയോയിൽ തന്നെ 2ാമത്തെ വട്ടമാണ് ഇപ്പോൾ അയൺ കിട്ടണത്. അപ്പോൾ നല്ലൊരു ലക്കായിരുന്നു, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ലക്കി വേൾഡാണ് തോന്നേണ്ടത്. നമ്മൾക്ക് ഒക്കെ ഒരു പോസിറ്റീവ് വൈബിൽ നമുക്കിത് കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ 3 ഹാർഡ് കോറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഹാർഡ് കോർ 3 ഇതും പോയി. അപ്പോൾ എന്തായാലും നൈറ്റ് ആയിട്ടില്ല. എന്തായാലും നമുക്ക് ഇവരെണ്ടാലും ബ്രീഡ് ചെയ്യിപ്പിച്ചാലോ എന്നാ. അപ്പോൾ ഫുള്ള് ബ്രീഡ് ചെയ്യിപ്പിക്കലാണ് ഇന്നത്തെ എപ്പിസോഡ്. മെയിനായിട്ട് ഇപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിക്കലായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മളെ ഇവർക്ക് പേരിടണം. നല്ല പേര് കിട്ടിയാൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പേര് കാര്യങ്ങൾ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഇവരെ ഇരുത്താം നമുക്ക്. ഇപ്പോൾ ഇവരുടെ തന്നെ ഒരു കുട്ടീനെ ആക്കിയതാണ് ആ മേലെ ഇരിക്കണത്. അവനിപ്പോൾ വലുതായി, ഞാൻ എപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നമുക്കെന്തായാലും പുറത്തൊക്കെ ഇറങ്ങാം. കാരണം ഞാൻ ജോയിസ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ചെറുതാക്കി. അപ്പോൾ വ്യൂ കാണുമ്പോൾ നല്ലൊരു രീതിയിലാണ് കാണുള്ളൂ. നമുക്ക് മാക്സിമം ഒരു ലാപ്പിലെടുത്ത് കഴിഞ്ഞ് വീഡിയോ കാണുമോ. നമ്മുടെ സ്ഥലങ്ങൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇനി ലൈറ്റിങ് ചെയ്യാണ്ട് ഇവിടെ ഈ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഭംഗിയിലാക്കിയിട്ടുണ്ട്, കണ്ടോ. പിന്നെ അവിടെ ഒരു ചെറിയ കുളം, അവർക്ക് നീന്തി വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ. അതാ മുട്ട വീണ്ടും ഒക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ എന്തായാലും കണ്ടോ, ഇവർക്ക് എന്തോ അങ്ങനെ ഒരു ചെറിയ കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഹേബയിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കൂട്ടി ഡെക്കറേറ്റ് നമുക്ക് മാക്സിമം ഒരു വിൻറ്റേജ് ലുക്ക്, അതായത് ഒരു വില്ലേജ് ആയിട്ടുള്ളൊരു അതായത് പഴയൊരു കാലത്തെ ഈ വീട്, പിന്നെ അങ്ങനത്തെ ബ്യൂട്ടിഫുള്ളായി എടുക്കണം നമ്മുടെ ഭാഗങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യും. ഫസ്റ്റ് ഒന്ന് നമുക്ക് എടുക്കാം. ഇന്ന് 24 ഡേ 24 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ കിടന്നുറങ്ങി നീക്കുമ്പോൾ 25 ആവും. അപ്പോൾ നമ്മൾ 25 ഡേ സക്സസ്ഫുള്ളി
അടിപൊളിയായിട്ട് സർവൈവ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ മാക്സിമം പരിപാടി എന്താണെന്ന് വെച്ചാൽ മാക്സിമം പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഇതൊക്കെ കെട്ടണം, മീൻസ് ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഒരു വൈബ് ലുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ട നൈറ്റ് മാറ്റിയിട്ടുണ്ട് ഞാൻ. എന്തായാലും ഒരു സിനിമാറ്റിക് രൂപത്തിൽ എടുക്കാനുള്ള ഇതൊന്നും ഇതിലില്ല. നമ്മൾ റെഡ്റോക്ക് എഡിഷനാണ്, അങ്ങനത്തെ ഒരു സാധനം ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ലുക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കുക. അപ്പോൾ ചെറിയൊരു ലുക്കാണ്, വലിയ രസമായിട്ടില്ല എന്നറിയാം. പിന്നെ ഇത് കുറച്ച് ചടപ്പായിണ്ടോ അറിയില്ല, അത് നമുക്ക് ഭാവിയിൽ മാറ്റാം. അപ്പോൾ ഒരു ലുക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു ലുക്ക് ശേഷം വന്നില്ലേ, അതാണ് നമ്മുടെ മെയിൻ ഇത്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇതും നമ്മുടെ ഇത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഒക്കെ ഇപ്പോഴത്തെ ഇന്നത്തെ മെയിൻ ഗോളുള്ള സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ നമ്മുടെ ഇന്നത്തെ ഗോൾ അങ്ങ് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അധികം ഗോൾസ് വെച്ച് നമുക്ക് ഇങ്ങനെ ഗോൾ വെച്ച് പാത്തും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് നമ്മുടെ. അപ്പോൾ ഇവിടേക്ക് പോവാനുള്ള പാത്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് നമ്മുടെ പംകിൻസ് മെല്ലെ വളരുന്നുണ്ട്. അപ്പം നമ്മുടെ വേൾഡ് മെല്ലെ ഇതാ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ലവ് യു ആൻഡ് ബൈ.